സംസ്ഥാനത്ത് കള്ള ടാക്സി പെരുകുന്നു എന്ന വാർത്തയുമായാണ് പ്രസാദ് നിൽക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായി ഓടുന്നുവെന്നാണ് ആരോപണം. അനധികൃത റെന്റ് കാറുകളും സർവീസ് നടത്തുന്നുണ്ട്. പലതവണ ഗതാഗത വകുപ്പിന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ടാക്സി ഡ്രൈവർമാർ പറയുന്നു. പരാതി പറഞ്ഞതിന് പത്തനംതിട്ടയിലെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്കതൊന്ന് കേൾക്കാം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ വണ്ടിയും വിളിച്ചു പോയത്. പറഞ്ഞോളാം. DC ഓഫീസിൽ നീ പറഞ്ഞു കോട്ടയം DC ഓഫീസിൽ പറയും. നീ കോട്ടയം DC ഓഫീസ് കേട്ടോ. നല്ല ലോക്കൽ സെക്രട്ടറി ആണല്ലോ. ഓക്കെ. വണ്ടി ഓട്ടം പിടിച്ച് പോകാൻ നീ അവനെ പിടിച്ച് ഭീഷണിപ്പെടുത്തും അല്ലേ? എന്നാ നീ പണി നീ പോടാ പോ. നാളെ എറണാകുളത്തും കോട്ടയത്തും വരുന്നു ഈ വണ്ടിക്ക്. നീ തടയാൻ തടഞ്ഞു. നീ ഒന്ന് കൊണ്ടുപോടാ. നീ ഒന്ന് കൊണ്ടുപോടാ. പോടാ. TV പ്രസാദ് നമുക്കിപ്പം വീണ്ടും എത്തുന്നു. TV പ്രസാദ്, ഇതെന്താണ് എടാ വാടാ പോടാ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിച്ചു കഴിഞ്ഞു. കേൾപ്പിക്കാൻ കൊള്ളാത്തതൊക്കെ ബീപ്പ് വിട്ടിട്ടാണ് കേൾപ്പിച്ചത്. ഈ കള്ള ടാക്സി അത് പെരുകുകയാണ്. പലയിടങ്ങളിലും ഈ ടാക്സി ആകുമ്പോഴേക്കും അതിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഒരു നിറവ്യത്യാസം അടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മറ്റ് ഊബർ, ഓല തുടങ്ങിയ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉള്ളതല്ലേ ഗതാഗത വകുപ്പിന്? എന്നിട്ട് എന്താണ് അത് കാര്യക്ഷമമല്ലാത്തത് കൊണ്ടാണോ ഇവർക്കൊക്കെ ഇങ്ങനെ യഥേഷ്ടം സർവീസ് നടത്താൻ പറ്റുന്നത്? ഇക്കാര്യത്തിൽ ഗതാഗത വകുപ്പും നമ്മുടെ പോലീസ് സംവിധാനങ്ങളും സമ്പൂർണ്ണ പരാജയമാണ് സുജയ. കാരണം നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ഡ്രൈവർമാരാണ് ടാക്സി ഓടിച്ച് ജീവിക്കുന്നത്. പക്ഷേ അവരുടെ കഞ്ഞിയിൽ മണ്ണിടുന്ന രീതിയിലുള്ള സമീപനമാണ് പല സ്വകാര്യ വാഹനങ്ങളുടെ ഓണർമാരും ചെയ്യുന്നത്. അത് വളരെ വ്യാപകവുമാണ്. കോട്ടയം ജില്ലയിലുള്ള ഒരു കണക്കെടുത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ 100 കണക്കിന് വാഹനങ്ങളുടെ നമ്പറുകൾ സഹിതം അവർ പരാതി കൊടുത്തു. കോട്ടയത്ത് മാത്രമല്ല പല ജില്ലകളിലും ഇത്തരത്തിൽ പരാതി കൊടുത്തു. അതായത് കള്ള ടാക്സി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നാട്ടുകാർക്ക് അറിയണമെന്നില്ല സുജയ, അതുകൊണ്ട് നമ്മളത് പറയുകയാണ്. അതായത് നമ്മുടെ ടാക്സി വാഹനങ്ങളാണെങ്കിൽ സുജയ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ ബോർഡിലാണ് അക്ഷരങ്ങൾ എഴുതുക. നമ്മുടെ സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള വാഹനങ്ങളിൽ വെള്ള ബോർഡിൽ കറുത്ത അക്ഷരങ്ങളാണ്. പക്ഷേ അത് ടാക്സിയായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ടാക്സിയായി രജിസ്റ്റർ ചെയ്യുമ്പോൾ മഞ്ഞ ബോർഡിലാണ് എഴുതുക. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് പല സ്വകാര്യ വാഹനങ്ങളും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അതായത് ഉദാഹരണമായി സുജയ്ക്കൊരു വണ്ടിയുണ്ട് എന്ന് കരുതുക. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ സുജയുടെ വണ്ടി പിടിച്ചു പോകുന്നു. പക്ഷേ സുജയുടെ വണ്ടി യഥാർത്ഥത്തിൽ എന്താണ്? അതൊരു സ്വകാര്യ വാഹനമാണ്. ഒരു കാരണവശാലും അത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തോടാൻ വേണ്ടി പാടില്ല. വാടകയ്ക്ക് കൊടുത്തോടേണ്ട വണ്ടി എന്നുള്ളത് അത് ടാക്സി പെർമിറ്റുള്ള വണ്ടികൾ മാത്രമായിരിക്കണം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ടാക്സി സ്റ്റാൻഡുകളിൽ നിന്നല്ലാതെ മൊബൈൽ ഫോൺ നമ്പറുകളിലേക്ക് വിളിച്ച് മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഇഷ്ടം പോലെ സർവീസ് നടത്തുകയാണ്. അങ്ങനെ സർവീസ് നടത്തിയ ഒരു വാഹനം ഈ പറയുന്ന ടാക്സി ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെക്കുറിച്ച് ആ ഡ്രൈവറോട് പരാതി പറയുകയും ചെയ്തു. ആ ഡ്രൈവർ വിളിച്ചത് ഒരു ലോക്കൽ സെക്രട്ടറിയെ ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ലോക്കൽ സെക്രട്ടറിയാണ്. ലോക്കൽ സെക്രട്ടറിയുടെ പേര് നമ്മളിപ്പോൾ പറയാത്തത്. ആ പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. നടപടി എടുത്തില്ലെങ്കിൽ ഉറപ്പായി നമുക്ക് ആ പേര് പറയുകയും ചെയ്യാം സുജയ. അങ്ങനെ ഈ ഡ്രൈവറോട് പറഞ്ഞു ഇത് കള്ള ടാക്സിയാണെന്ന്. ആ സമയത്താണ് ലോക്കൽ സെക്രട്ടറി ഫോൺ തട്ടിപ്പറിച്ച് അതിനെതിരെ പരാതി പറഞ്ഞ ആ ടാക്സി ഡ്രൈവർക്കെതിരെ കേട്ടാലറയ്ക്കുന്ന തെറിയഭിഷേകം ഉണ്ടാകുന്നത് എന്നതാണ്. അത്തരത്തിൽ മാത്രമല്ല സുജയ, പല തലങ്ങളിലും ഗതാഗത വകുപ്പിന് പരാതി കൊടുത്തു. പക്ഷേ ഒരു നടപടിയുമില്ല. ഇത് ഏതെങ്കിലും രീതിയിൽ വ്യക്തികൾ പിടിച്ച് ഓടുന്നത് മാത്രമല്ല സുജയ, സർക്കാർ വകുപ്പുകളിൽ ഉൾപ്പെടെ ഇത്തരം സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് ഓടാൻ വിളിക്കുന്നുണ്ട്. സർക്കാർ വകുപ്പുകളിൽ മാത്രമല്ല പല സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള സ്വകാര്യ വാഹനങ്ങൾ ഓടാൻ വിളിക്കുന്നത് കൊണ്ട് സംസ്ഥാനത്ത് കോടികളുടെ നഷ്ടമാണ് നികുതി ഇനത്തിൽ കിട്ടേണ്ടത്. അതോടൊപ്പം തന്നെ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ടാക്സി ഡ്രൈവർമാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. നിയമലംഘനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യഥേഷ്ടം സംസ്ഥാനത്ത് ഇത് തുടരുകയാണ്. എല്ലാ തലങ്ങളിലും മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും പരാതി കൊടുത്തിട്ടും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട വിഷയമാണ്. ടാക്സി ഡ്രൈവേഴ്സ് അവർക്ക് ഒരു ദിവസം ടാക്സി ഓടിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് വേണം അവരുടെ വീട്ടിലെ അടുപ്പ് പുകയാൻ, അവർക്ക് ജീവിക്കാൻ. അതിനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് മറ്റു ജോലികൾ ചെയ്യുന്ന വാഹനങ്ങളുള്ള ആളുകളൊക്കെ ഇങ്ങനെ റെന്റേ കാറൊക്കെ കൊടുക്കുമ്പോൾ ഈ ടാക്സി ഡ്രൈവേഴ്സിനെ കുറിച്ച് കൂടി ഒന്ന് ഓർക്കേണ്ടതാണ്. ഇതിനെല്ലാത്തിനും ഒരു സംവിധാനം വേണം. റെന്റേ കാറും ഒക്കെ വേണം. പക്ഷേ അതെല്ലാം വ്യവസ്ഥാപിതമായ രീതിയിൽ വേണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.